ഈ ഒരു പരീക്ഷയിൽ കുറഞ്ഞാൽ അടുത്ത പരീക്ഷയിൽ ഡബിൾ അതിന്റെ ഫുള്ളായിട്ട് വാങ്ങിക്കുമെന്ന് പറയുന്ന എത്ര മക്കളുണ്ട് ഇവിടെ? എല്ലാവരും പറയണേ. ഇത് ജനിച്ചപ്പോ കിട്ടുന്ന ഒരു സംഭവമേ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. മറിച്ച് ഓരോ ഹാബിറ്റ്സുകളിലൂടെയും സിറ്റുവേഷൻസിലൂടെയും അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ശീലങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയുമാണ് നമ്മൾ വളർത്തിയെടുക്കുന്ന സാധനമാണ്. മക്കൾക്കും അതുപോലെ തന്നെ പാരന്റ്സിനും അറിയാൻ വേണ്ടിയാണ് പറയാൻ പോകുന്നത്. പറയുന്നത് അല്ലേ, നമ്മളെപ്പോഴും തുടങ്ങുമ്പോ എന്താ പറയാ? ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി അല്ലെ, ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കാറുണ്ടല്ലോ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഉടനെ തന്നെ അമ്മയുടെ അച്ഛനോടൊക്കെ ഇത് പോയി പറയാറുണ്ടോ? നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്തേ, യെസ് ഓർ നോ. എല്ലാവരും രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മയുടെ അച്ഛനോട് പോയി പറയാറുണ്ടോ? ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അത് അച്ഛനും അമ്മയോടും പറയുക, വീട്ടിലുള്ളവരോട് പറയുക, ആദ്യം ആൾക്കാരെ കണ്ടവരോട് പറയുക, ടീച്ചർമാരോട് പറയുക, നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക, ഒക്കെ പറയാറുണ്ടല്ലോ. മിടുക്കി കുട്ടികളല്ലേ? ഇല്ലെങ്കിൽ നാളെ മുതൽ പറയാൻ തുടങ്ങണം കേട്ടോ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞ വാക്ക് ഒന്നൊരു സെൽഫായിട്ട് പറഞ്ഞു ഇവിടുന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. പറഞ്ഞു നോക്കെ. താഴെ യൂട്യൂബ് വീഡിയോ കാണുന്നവര് താഴെ ഒന്ന് ടൈപ്പ് ചെയ്യുക, ശുഭാപ്തി വിശ്വാസത്തോടും ഒന്ന് പറഞ്ഞേ. യെസ് യെസ് യെസ്, മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഇതെപ്പോഴും മറക്കാതിരിക്കണം. ഇത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അത് മറക്കാതിരിക്കുക. ഞാന് ഇന്ന് ക്ലാസ് എടുക്കാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം കുട്ടികൾക്ക് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അച്ഛനും അമ്മമാരോട് സംസാരിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചതിന് ശേഷം അച്ഛനമ്മയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇന്നലെ ഒരു കുട്ടി പറഞ്ഞു, നല്ല കാര്യം ചെയ്തിട്ടാണ് ചോക്ലേറ്റ് മേടിച്ചു തരാമെന്ന് അങ്കിൾ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ വീട്ടിൽ നല്ല കാര്യം ചെയ്ത് വെച്ചപ്പോ അമ്മയും അച്ഛനും ഇതുവരെ ചോക്ലേറ്റ് പോലും മേടിച്ചു തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടോ അച്ഛനമ്മമാരിവിടെ? അവരോട് പറയുകയാണെങ്കിൽ പ്രോമിസ് ഇസ് പ്രോമിസ്. നിങ്ങളെ കുട്ടി നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവർ അപ്രിസിയേറ്റ് ചെയ്യാൻ മറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരു നല്ല പാരന്റ്സേ അല്ല. കാരണം കുട്ടികൾ വളരുന്നത് അപ്രിസിയേഷനിലൂടെയാണ്, നിങ്ങളെ വഴക്കുകളിലല്ല എന്നറിയുക. നിങ്ങൾ വഴക്ക് പറയാൻ ഭയങ്കര മിടുക്കന്മാരായിരിക്കും അച്ഛനമ്മമാര്. കുട്ടികളെല്ലാത്തിനും വഴക്ക് പറയും. എന്താ? അങ്ങോട്ട് തിരിഞ്ഞ വഴക്ക്, ഇങ്ങോട്ട് പോയ വഴക്ക്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, നീ എന്തിനാ അത് ചെയ്തത്, നീ എന്തിനാ ചില നിങ്ങൾ കേൾക്കുന്നില്ല എന്നത് എല്ലാവരും അങ്ങനല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത്? മാധവൊക്കെ എന്നല്ലേ കേൾക്കണത്? അപ്പോ അതൊരിക്കലും പാടില്ല. പ്രണവ്, ഓക്കെ. നിങ്ങൾ ഒരിക്കലും ആൾക്കാർ അച്ഛനമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും കുട്ടികളെ വഴക്ക് മാത്രം പറഞ്ഞ് മാത്രം നന്നാക്കി കളയുമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരിക്കലും പറ്റില്ല. നമ്മുടെ മക്കളെ നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇനിയെങ്കിലും അപ്പൊ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തിരിക്കണം. അതെന്തായാലും നീ ഇത് ചെയ്യൂ, നീ അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം. അങ്ങനെ ഓരോന്ന്. അപ്പൊ ഇന്ന് ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് മക്കൾക്കും അതുപോലെ തന്നെ പാരന്റ്സിനും അറിയാൻ വേണ്ടിയാണ് പറയാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. ഇമോഷണൽ റിസൈലൻസ് എന്ന് പറയുന്ന ഒരു സാധനം, നിങ്ങളുടെ കുട്ടികളുടെ മാനസിക കരുത്ത് എങ്ങനെ ഉയർത്താം അല്ലെങ്കിൽ എങ്ങനെ വളർത്താം, വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. കാരണം കുട്ടികൾ വളർച്ച എന്ന് പറയുന്നത് മാനസികമായിട്ടും ശാരീരികമായും ഒന്നിച്ചാണ് വളരേണ്ടത്. ശാരീരികമായ വളർച്ച ഉണ്ടായിട്ടും മാനസിക വളർച്ച ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാവില്ല. എന്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോ കാലഘട്ടങ്ങൾ വരുമ്പോഴും അതിനനുസരിച്ചുള്ള മാനസികമായ വളർച്ച നിങ്ങൾക്ക് വേണം. അപ്പൊ അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും, ചുറ്റുപാടിൽ നിന്ന് കിട്ടും, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും, വാട്സപ്പിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ ഇതൊക്കെ കിട്ടുമ്പോഴും നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടത്. അച്ഛനമ്മമാരുടെ നല്ല കാര്യങ്ങളെയൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കാനായിട്ട്. നമ്മൾ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പഠനം നടക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്. വീട്ടിൽ എന്നും കോലാഹലവും ബഹളവും കൊണ്ടിരിക്കുന്ന ആൾക്കാര് എന്റെ മകൻ നന്നാവണം, പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. ആദ്യം കൃത്യമായി ഉണ്ടാവേണ്ടത് നമ്മുടെ വീട്ടിനകത്താണ്. ഇത് നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കണം. സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു ക്ലാസ്സിൽ വന്നിരിക്കാൻ അരമണിക്കൂർ 10 മിനിറ്റ് 15 മിനിറ്റ് സമയമില്ലാത്ത അച്ഛനമ്മമാരോട് ഒന്നും പറയാനില്ല. നാളെ അനുഭവിക്കുമ്പോൾ ഒന്നും നിങ്ങളിങ്ങനെ പരിതപിച്ചോളൂ. എത്രയോ ആൾക്കാർ ഇപ്പൊ നമ്മളോട് വന്ന് പറയുന്നുണ്ട്, എന്റെ മകൻ എങ്ങനെയാണ്, എന്റെ മകൻ ഇങ്ങനെയാണ്, എന്റെ മകൾ ഇങ്ങനെയായിപ്പോയി. മക്കളെ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. മക്കൾ എല്ലാവരും നല്ലവർ തന്നെയാണ്. ഓരോ മക്കളും അച്ഛനമ്മമാർക്ക് അവരെ വളർത്താൻ സമയമില്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോ എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം. ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റിന്റെ കീഴിലുള്ള നിങ്ങളുടെ ഹാപ്പിനെസ്
ആ എന്താണ് ട്വിങ്കിൾസിന്റെ ഹാപ്പിനെസ് മാസ്റ്റർ ട്വിങ്കിൾസിന്റെ ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികളോടും നമ്മുടെ ഈ ക്ലാസിന്റെ ഭാഗമായി നിങ്ങൾ നിൽക്കുന്നതും ഓരോ ദിവസവും നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതിനൊക്കെ ഞാൻ വളരെ കൃതജ്ഞതയോടുകൂടി നന്ദി പറയുന്നു. താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻസ്. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മാനസികമായ കരുത്തിനെ പറ്റിയിട്ടാണ്, ഇതെങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങളോടും അച്ഛനും അമ്മ രണ്ടുപേരോടും പറയാനുള്ളത്. ഈ വീഡിയോ എന്റെ മക്കൾ എന്തായാലും നാളെ അച്ഛനും അമ്മയും ഇരുത്തി കേൾപ്പിക്കണം കേട്ടോ. നിങ്ങളിപ്പോ ഇത് കണ്ടു കഴിഞ്ഞു, നാളെ യൂട്യൂബിൽ വരും. അപ്പൊ നിങ്ങൾ യൂട്യൂബ് നോക്കിയിട്ട് അവരോട് പറയണം, ഇത് നിങ്ങൾ കാണണം, ഇത് കണ്ടേ പറ്റുള്ളൂ എന്ന് അവരോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ അവര് കാണില്ല, അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അവർ പോകും. അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഇമോഷണൽ റിസൈലൻസ് എന്ന് പറയുന്നത്, മാനസിക കരുത്ത് എന്ന് പറയുന്നത് എന്താണ് എന്നറിയണം. ജീവിതത്തിൽ നമുക്ക് ലൈഫിൽ എപ്പോഴും പ്രതിസന്ധികളൊക്കെ സാധാരണയായിട്ടുണ്ടാവും, പരാജയങ്ങൾ സാധാരണയായിട്ടുണ്ടാവും. അതൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് തളരാതെ അതിനെയൊക്കെ നേരിടാനും അതിൽ നിന്നും ചില ലെസൺസ് നമ്മൾക്ക് ഉൾക്കൊള്ളാനും അതിൽ നമ്മുടെ ജീവിതത്തെ പഴയ പോലെ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ തിരിച്ചു കൊണ്ടുവരാനും ഉള്ള ഒരു കഴിവിനെയാണ് നമ്മൾ മാനസിക കരുത്ത് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ നമ്മള് കുട്ടികളാണെങ്കിൽ ചില ഗെയിംസിൽ പങ്കെടുക്കും, ചില ഗെയിംസിൽ ജയിക്കും, ചില ഗെയിംസിൽ തോൽക്കും. അപ്പോഴൊക്കെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല മാനസിക കരുത്ത്. മാനസിക കരുത്ത് ഉണ്ടാവുന്ന പറയുന്നത് എന്താ വെച്ചാൽ, ഓക്കെ ഈ ഗെയിംസിൽ ഞാൻ തോറ്റു, അടുത്തതിൽ ഞാൻ വിന്നാവും. ഇതാണ് റിസൈലൻസ് എന്ന് പറയുന്ന സാധനം. തിരിച്ചു വരാൻ പറ്റുക. ഈ പരീക്ഷയിൽ ഞാൻ തോറ്റു, അടുത്ത പരീക്ഷയിൽ ഞാൻ ഡബിൾ മാർക്ക് മേടിക്കും. ഈ പരീക്ഷ എനിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അടുത്ത പരീക്ഷയിൽ ഫുൾ മാർക്ക് ഞാൻ സ്കോർ ചെയ്യും. ഇങ്ങനെ എന്റെ മക്കൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഈ പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് ആയിപ്പോയാലും അടുത്ത പരീക്ഷയിൽ മേടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര കുട്ടികളുണ്ട്? എല്ലാവരും പറഞ്ഞ പേര് പറഞ്ഞ അവർ ടൈപ്പ് ചെയ്ത് യെസ് പറഞ്ഞു. ഈ ഒരു പരീക്ഷയിൽ കുറഞ്ഞാൽ അടുത്ത പരീക്ഷയിൽ ഡബിളുമായി അതിന്റെ ഫുള്ളായിട്ട് വാങ്ങിക്കുമെന്ന് പറയുന്ന എത്ര മക്കളുണ്ട് ഇവിടെ? എല്ലാവരും പറയണേ. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായ കരുത്തുണ്ട് എന്ന് നമുക്ക് പറയാം. യെസ് അൻവിത, യെസ് 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 യെസ്. അപ്പോ ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. ഇത് ജനിച്ചപ്പോ കിട്ടുന്ന ഒരു സംഭവമേ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. മറിച്ച് ഓരോ ഹാബിറ്റ്സുകളിലൂടെയും സിറ്റുവേഷൻസിലൂടെയും അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ശീലങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയുമാണ് നമ്മൾ വളർത്തിയെടുക്കുന്ന സാധനമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് നമ്മൾ അതിനെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് എന്നറിയുക. അപ്പോൾ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നേടാനായിട്ടെന്ന് എൻ്റെ മക്കൾ അറിയണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമതായി നമ്മുടെ വികാരങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത്. ഞാൻ ഇത് പറയുന്ന അച്ഛനും കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും ഒന്നിച്ച് കേൾക്കാൻ മനസ്സിലാക്കാനുള്ളത് കൊണ്ടാണ്. ചില വാക്കുകൾ എൻ്റെ മക്കൾക്ക് ഇത് മനസ്സിലാവും, കുറച്ച് ടഫായിരിക്കും, എങ്കിലും നിങ്ങൾ കേട്ടുകൊണ്ടും ശീലമാകും വാക്കുകളൊക്കെ. നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് വികാരങ്ങളെ അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഒരു അച്ഛനും പാരന്റ്സിനോട് പറയേണ്ടത്, ഒരു കുട്ടി സങ്കടപ്പെടുമ്പോഴോ ദേഷ്യപ്പെടുമ്പോഴോ കരയണ്ട എന്നോ സാരമില്ല എന്നോ പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്ന പ്രവണത നിങ്ങൾ ആദ്യം നിർത്തുക. പകരം എന്തിനാണ് ആ കുട്ടി കരഞ്ഞത് എന്ന്, വെരി ഗുഡ് ഫുൾ A മാർക്കും A+ മാർക്ക് കിട്ടിയ കുട്ടി
നിഷ്യമ വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ് മോളെ, കൺഗ്രാചുലേഷൻ. അപ്പോ കുട്ടികൾ സങ്കടപ്പെടുമ്പോഴോ ദേഷ്യപ്പെടുമ്പോഴോ കരയണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക അല്ല ചെയ്യേണ്ടത്. പകരം അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നീ ഇപ്പോൾ സങ്കടത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്നവരോട് പറയുന്നത് അവരിൽ സുരക്ഷിതത്വ ബോധമുണ്ടാക്കും. ഇതെത്ര പാരന്റ്സ് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ പറഞ്ഞ കാര്യം. കരയുമ്പോ കരയേണ്ട മക്കളെ, കരയേണ്ട മക്കളെ, ഓ വേണ്ട വാവോ എന്ന് പറയുന്ന അവസ്ഥയല്ല. ചെറിയ കുട്ടികളോട് ഇത് പറയണം, കുറച്ചും കൂടി വളർന്ന കുട്ടികളോട് അതല്ല വേണ്ടത്. നീ കരയുന്നുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ നീ കരഞ്ഞത് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, പരിഹാരം ഞാൻ ഉണ്ടാക്കിത്തരാം. കരഞ്ഞോ, നീ കരഞ്ഞോ, സാരമില്ല എന്ന് പറഞ്ഞു നിൽക്കണ്ട, ഒക്കെ കരഞ്ഞൊക്കെ നിൽക്കട്ടെ, അതിന്റെ പരിഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുന്ന മാനസികാവസ്ഥയില് അച്ഛനും അമ്മമാർ മാറും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ കരച്ചൽ അവർക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറും. സുരക്ഷിതത്വ ബോധമുണ്ടായാലും പിന്നെ ഒരു കുട്ടി കരയില്ലല്ലോ, കരയില്ല. സങ്കടം ഉണ്ടാകുമ്പോൾ കരച്ചിൽ വരുന്നത് എന്തുകൊണ്ടാണ്? സങ്കടം നേരുമ്പോ കൂടെ ആരും അയ്യോ നീ കരയില്ലേ എന്ന് പറഞ്ഞ് ഓടി വരുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ കരച്ചിലുണ്ടാവില്ല. അപ്പൊ ഇത് സങ്കടത്തിലാണ് എങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരാൻ ഞാൻ ഉണ്ട് എന്ന് അമ്മയും അച്ഛനും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ കുട്ടികളില് ഈ വിഷയം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, സ്വയം പരിഹാരം കണ്ടെത്താൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. അതായത് കുട്ടികൾക്ക് എപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഉടനെ തന്നെ നമ്മൾ ഇടപെട്ട് അത് പരിഹരിച്ചു കൊടുക്കാൻ പാടില്ല. പകരം അവരെ പരാശ്രയശീലരാക്കി മാറ്റണം. അവരോട് നീ ചെയ്ത് ശരിയാക്കിക്കോ, എന്താ വേണ്ട ചെയ്തോ, ഞാൻ ഉണ്ട് കേട്ടോ, ഞാൻ സപ്പോർട്ട് ചെയ്യാട്ടോ, ചെയ്തു കൊടുക്കരുത്. അവരെ അതിനകത്ത് പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് അവരോട് ചോദിക്കണം. ഇങ്ങനെ പരിഹരിക്കാമെന്ന് പറയരുത്, എങ്ങനെ പരിഹരിക്കാമെന്ന് അവരോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതേ അഭിപ്രായം തന്നെയാണ് ശരിയെന്ന് അവരെ മനസ്സിലാക്കിച്ചുകൊണ്ട് ആ കാര്യത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അവര് പറയുന്നത് അതിനെ മാക്സിമം അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകുമോ എന്ന് പരസ്പരം ഞാൻ പറഞ്ഞു. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി 1 മണിക്കൂർ 2 മണിക്കൂർ നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കുട്ടികൾ ഉണ്ടാക്കുന്നത് 8-10 മാസം അല്ലെ, ഇത്രയും നോറ്റുണ്ടാക്കിയ കുട്ടിക്ക് വേണ്ടി ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ ചെലവഴിക്കാൻ നമ്മളിൽ സമയമില്ല. ഇത് പറ്റില്ല. സ്വയം പരിഹാരം കണ്ടെത്താൻ കുട്ടികളെ അച്ഛനും അമ്മയും 2 പേരും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് അവരോട് ചോദിക്കുക, അത് അവരിൽ ആത്മവിശ്വാസം ഉണർത്തുന്ന കാര്യമാണ്. അതിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരാജയങ്ങൾ സ്വാഭാവികമാണെന്ന് പഠിപ്പിക്കണം. ഇറ്റ് ഈസ് നോർമലാണ്, ഒരു ജയം പോലെ തന്നെ ജീവിതത്തിന്റെ ഭാഗമാണ് പരാജയമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഇത് ആദ്യം അച്ഛനും അമ്മയും ഒന്ന് അംഗീകരിക്കണം. ഇല്ലെങ്കിൽ കുട്ടി ഒരു മത്സരത്തിൽ തോറ്റാൽ അത് അവസാനമായി എന്ന് തലയിൽ കൈവച്ചു പോകുന്ന അച്ഛനും അമ്മയോട് ഒന്നും പറയാനില്ല. ഒന്നിന്റെ അവസാനം അല്ലെന്നും അടുത്ത തവണ മെച്ചപ്പെടുത്താനുള്ള അവസരമാണെന്നും അവരെ പഠിപ്പിക്കണം, അവരെ മനസ്സിലാക്കിക്കണം. അപ്പോ പൊതുവെ ഇപ്പോ ഒരു കുട്ടി ഒന്നിൽ തോറ്റാൽ അച്ഛനും അമ്മയ്ക്കാണ് ഏറ്റവും സങ്കടം, കുട്ടിക്ക് സങ്കടമില്ല. എന്നിട്ട് പറയും കണ്ട അവന് ഒരു സങ്കടം ഇല്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയുള്ള പാരന്റ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ കുട്ടികളെ ശരിയായ രീതിയിലല്ല വളർത്തുന്നത്, യു ആർ ടേക്കിംഗ് റോങ് വേ. അപ്പൊ അതിന് സാരമില്ല, നമുക്ക് എന്നിട്ട് അവര് പരിശീലിപ്പിച്ചെടുക്കണം, വിട്ടുകൊടുക്കരുത്. എന്ന് വെച്ചാൽ ഓക്കെ നീ തോറ്റോ എന്ന് പറയുന്നതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത തവണയ്ക്ക് അതിൽ മാർക്ക് എടുക്കാനും ജയിക്കാനുമുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തു പോകണം. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അപ്പൊ പരാജയങ്ങൾ അവസാനമല്ല, അതൊരു തുടക്കമാണ്, എന്തിന്റെ വിജയത്തിന്റെ തുടക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, നമ്മൾ മാതൃകയാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
കുട്ടികൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഒരു പ്രശ്നമുണ്ടാക്കുമ്പോ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മളെ മക്കൾ അറിയാതെ പോലും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്ഷമയോടെയും കരുത്തോടു കൂടിയാണ് പെരുമാറുന്നത്, അത് കണ്ട് അവർ അത് തന്നെ ജീവിതത്തിൽ പകർത്തും. ദിവസവും അമ്മയും അച്ഛനും വഴക്കുണ്ടാക്കുന്ന വീട്ടില്, അല്ലെങ്കിൽ ദിവസവും വീട്ടിലുള്ള ഒരുപാട് വഴക്കുണ്ടാക്കുന്ന അച്ഛനുള്ള വീട്ടില്, എല്ലാത്തിനും പൊട്ടിത്തെറിക്കുന്ന അമ്മയുള്ള വീട്ടില്, എല്ലാത്തിനെയും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുള്ള വീട്ടിൽ കുട്ടികൾ എങ്ങനെ എന്ത് കണ്ടിട്ടാ വളരുക? എന്ത് മദ്യപിച്ചു വരുന്ന അച്ഛന്മാര് വരുന്ന വീട്ടിൽ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റി, പക്ഷെങ്കിൽ അതിനെ ശ്രദ്ധിക്കാൻ സമയമില്ലെങ്കിൽ എന്താണ് പറയുക? അപ്പൊ നമ്മളാണ് അവർക്ക് മാതൃകയായി മാറേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതിനെ പരിപാലിച്ചു കൊണ്ടുപോകാനും, നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എന്ത് വാക്കുകൾ പറയുന്നു, ഏതൊക്കെ നല്ല വാക്കുകളാണ് പറയുന്നത്, ഏതൊക്കെ മോശം വാക്കുകളാണ് വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ, നമ്മൾ എത്ര നേരം TV കാണുന്നു, എത്ര നേരം ഇത് കാണുന്നു, ഇതൊക്കെ കുട്ടികൾ പകർത്തുന്നുണ്ട് അറിയാതെ. അപ്പൊ അതിനെ മാറ്റപ്പെടുത്തണമെങ്കിൽ നമ്മൾ മാതൃകയായി മാറുക തന്നെ വേണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ മക്കളെ നല്ല രീതിയിൽ സന്തോഷത്തോടുള്ള നല്ല മക്കൾ ഉണ്ടാവണം എന്നാണ് നമുക്ക് ഏവരുടെയും ആഗ്രഹം. പക്ഷെ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കൂടി തയ്യാറാണ് എങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവർക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ നീക്കി കൊടുക്കുന്നതല്ല സമ്മാനം, മറിച്ച് ഏത് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ മറികടക്കാനുള്ള കരുത്ത് അവർക്ക് പകർന്നു നൽകുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി വെച്ചത് കൊണ്ടൊന്നും നമ്മൾ കുട്ടികൾക്ക് ഒരു നേട്ടവും ഉണ്ടാവില്ല. അതൊന്നും യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. പകരം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് തുടർ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ ഹൗ ടു ബി എ ഗുഡ് പാരന്റ് എന്നുള്ള സെഷനൊക്കെ നമ്മൾ തുടങ്ങുന്നുണ്ട്. അവിടെ ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി നമ്മൾ താമസിയാതെ തന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാം പോലുള്ള ചെറിയ ചെറിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഓരോ കാര്യങ്ങളും ഓരോന്നും കൃത്യമായി പഠിപ്പിച്ച് എങ്ങനെ പഠിക്കണം, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്, അമ്മയോട് എങ്ങനെ സംസാരിക്കണം, അച്ഛനോട് സംസാരിക്കണം, വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെ, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ചെറിയ കുട്ടികളായി വരുമ്പോൾ വല്ല തിക്ത അനുഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് എല്ലാ കുട്ടികളോടും, നിങ്ങളുടെ ക്ലാസ്സിലുള്ളവരോട് കുട്ടികളോടൊക്കെ പറയുക, ഇങ്ങനെ ക്ലാസ് നടത്തുന്നുണ്ട്, ഫ്രീ ആണ്, നിങ്ങൾ വന്ന് കയറുക. കുറെ കാര്യങ്ങൾ, പല പല കാര്യങ്ങൾ പറയാനുണ്ടാവും. കുട്ടികൾ അനുഭവിക്കുന്ന തിക്ത അനുഭവങ്ങളിലൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഈ സെഷൻ നിൽക്കുന്നുകൊണ്ടിരിക്കുകയാണ്. പല വീട്ടിലും പല ദുരിതങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു സപ്പോർട്ട് നമ്മൾ നൽകാൻ തയ്യാറാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. ഇന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും മറികടക്കാനും അവർക്ക് കരുത്ത് നൽകാനുമുള്ള നിങ്ങൾ കാണിക്കുന്ന ആ ഇന്റിമസി, ആ ഒരു മാന്യത, അത് അങ്ങനെ പറയാം, ആ മാന്യത നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക. അതിനുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള കുറെ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോ ദിവസവും ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും വളരെ നന്ദിയോടുകൂടി തന്നെ അച്ഛനും അമ്മയും കാണുക. അവരോട് വളരെ മിതമായി സംസാരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി പറയുക. എന്നിട്ട് നല്ല മക്കളായി മാറണം. നാളെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിനെസ് മാസ്റ്റർ ട്വിങ്കിൾസിന്റെ സ്റ്റുഡന്റ് ആണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ പറ്റണം. അപ്പോ ഓരോ ദിവസവും മറക്കരുത്. എന്താണ് അങ്കിൾ പറഞ്ഞ വാക്ക്? ആദ്യം പറഞ്ഞ വാക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഒന്നാരും ഒന്ന് പറഞ്ഞു നോക്കേ, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും പറഞ്ഞു നോക്കേ. എന്താണ് ഞാൻ പറഞ്ഞത്? പറഞ്ഞേ കേക്കട്ടെ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കൂടിയുള്ള എല്ലാരും ഒന്ന് പറഞ്ഞേ. ദിവ്യയുടെ മോള് പറഞ്ഞേ. അതുപോലെ ബാക്കി എല്ലാവരും പറഞ്ഞ് കേക്കട്ടെ. വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ ഒരു നല്ല ദിവസം. ഓക്കെ, എപ്പോഴും റെഡി ആയിരിക്കണേ, ഹാപ്പി ആൻഡ് റെഡി ആയിരിക്കണം. ടീച്ചർമാർ ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിഷ്മിത കൈ പൊക്കണം, നിഷ്മ കൈ പൊക്കണം, ഹാപ്പി ആൻഡ് റെഡി എന്ന് പറയണം, കൈ പൊക്കണം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് എല്ലാത്തിന്റെ ആൻസർ പറയണം സ്കൂളില്. റൈറ്റ് പൻവിത, എല്ലാവരും ഗുഡ്. ഓക്കെ, ശരി, താങ്ക് യു.
അപ്പൊ അങ്കിള് ഇവിടെ വാങ്ങുകയാണ്. ഇട്ടി വീഡിയോ അച്ഛനമ്മയ്ക്ക് നിർബന്ധമായി കേൾപ്പിച്ചു കൊടുക്കണം, ഇരുന്ന് കേൾപ്പിച്ചു കൊടുക്കണം, പറയണം ഇത് നോക്കൂ ഇതുപോലെ ആയിരിക്കണം എന്നോട് പെരുമാറുന്നത്. അപ്പൊ ഞാനും ഇതുപോലെ പെരുമാറും. അപ്പൊ നമുക്ക് എന്നിട്ട് പറയണം ഹൈഫൈ, നമുക്കൊരു ഹൈഫൈ ആക്കാൻ വീട്ടില് അടിപൊളിയാക്കണം. നിങ്ങളുടെ വീട്ടിൽ ആരും ഒച്ചപ്പെട, ആരാണ് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്നത്? പറഞ്ഞ അമ്മയാണോ അച്ഛനാണോ?